നമ്മൾ മഞ്ചേശ്വരത്ത് എസ് ഡി പി സ്ഥാനാർത്ഥി പിൻവലിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? മഞ്ചേശ്വരത്ത് എസ് ഡി പി സ്ഥാനാർത്ഥി പിൻവലിച്ചപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ്? മഞ്ചേശ്വരത്ത് വലിയ ആരോപണം ഉയർന്നു. മഞ്ചേശ്വരം നിർത്തിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? അവരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ സംഘടനകളാണെന്ന് പത്രിക പിൻവലിക്കാൻ പത്രിക പിൻവലിക്കാൻ കുഞ്ഞാലിക്കുട്ടി അടക്കം വിളിച്ച് നിർബന്ധിച്ചു എന്ന് പറഞ്ഞത് എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച ആളാണ്. അപ്പോൾ പിൻവലിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു വർഷം മുമ്പ് എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന് പറയാൻ കോൺഗ്രസിന് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച പാർട്ടിയുടെ പേരാണ് CPM. ഇന്നലെ ടി പി രാമകൃഷ്ണൻ LDF കണ്ണിനോട് ചോദിക്കുകയാണ് എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന് പറയും. പറയില്ലെന്നാ പറഞ്ഞു. എന്തുകൊണ്ടാണ് വോട്ട് വേണം? എസ് ഡി പിയുടെ വോട്ട് വേണം ഈ തെരഞ്ഞെടുപ്പിൽ. ഒരൊറ്റ വർഷം മുമ്പ് പാലക്കാട് ബൈ ഇലക്ഷനിൽ ഈ വർഗീയവാദി എസ് ഡി പി വോട്ട് വേണമെന്ന് നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ നേതാവ് ടി പി രാമകൃഷ്ണൻ ആ ചോദ്യം ഉയർന്നു. എസ് ഡി പി വോട്ട് വേണ്ടെന്ന് പറയുമോ? പറയില്ലെന്നാ പറയുന്നത്. വേങ്ങരയിൽ കഴിഞ്ഞ തവണത്തെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയാണ് ഇത്തവണത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സബാഹ്. വേങ്ങരയിൽ അതെങ്ങനെയാ? അല്ല, അത് ഞാൻ പറയട്ടെ. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ എത്രയോ ആളുകൾ രാഷ്ട്രീയമായി ചോദിച്ചത് വേങ്ങരയിൽ വന്നിട്ട് എസ് ഡി പി ഐക്കെതിരെ സംസാരിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് ഇന്ന് കെ എം ഷാജി ചോദിച്ചത്. ഗോപി, അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ പറയോ? ഞാൻ ഗ്യാരണ്ടി പറയുന്നു, പറയില്ല. അല്ല, അതൊക്കെ LDF-ന്റെ ആൾക്കാർ പറയില്ല. ഞാൻ പറയാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞു വന്നതല്ല. നേരത്തെ ഹാഷ്മിയോട് ചോദിക്കാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഇനി പറയാൻ വന്ന കാര്യം, അതെ, SDPI കുറിച്ച് SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അത് ആർക്ക് വേണ്ടി എന്നുള്ള ചോദ്യവും വളരെ പ്രസക്തമാണ്. ഏതായാലും SDPIക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർക്ക് ഇഷ്ടമുള്ള മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതിലൊന്നും ഒരു തർക്കവുമില്ല. അത് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്കുള്ള അവകാശം പോലെ തന്നെയല്ലേ SDPI എന്നുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്ക് സ്ഥാനാർത്ഥി. മറ്റൊന്ന്, ജമാഅത്തെ ഇസ്ലാമി 2016 ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടി വെൽഫെയർ പാർട്ടി സംസ്ഥാനത്ത് 41 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അത് കഴിഞ്ഞ തവണയായപ്പോൾ 2021 ആയപ്പോൾ 19 സ്ഥാനാർത്ഥികൾ എന്നതായി. ഈ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും നിർത്തുന്നില്ല സ്ഥാനാർത്ഥികളെ. അതാണ് UDF ഞാൻ പറഞ്ഞത്. അതല്ല, SDPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി പറയട്ടെ, അവരുടെ അസ്തിത്വം, ആ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണല്ലോ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കളും അവരുടെ പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇവിടെ അപ്പാടെ UDF-ന് പരസ്യ പിന്തുണയാണ് അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞത്, ഒരു സ്ഥലത്ത് പോലും ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നുള്ള ആഗ്രഹമോ അല്ലെങ്കിൽ ആ പാർട്ടിക്ക് ജനപ്രതിനിധികൾ ഉണ്ടാകണമെന്നോ തെരഞ്ഞെടുപ്പ് നേതാക്കളുടെ ഇല്ല. നേരെ താഴോട്ടായിരുന്നു, പടവലങ്ങ വലിപ്പത്തിൽ താഴേക്ക് വരികയും അതേസമയം ആ പാർട്ടിയുടെ നേതാക്കൾ വലിയ പ്രസ്താവനകളും വലിയ എന്താ പറയാ, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നത് സാധാരണ രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയത്തിൽ ഇതാണ് അവരുടെ അവസ്ഥ. SDPIക്ക് സംഘടന വളർത്തണം അവരുടെ രാഷ്ട്രീയ ലക്ഷ്യമെങ്കിൽ അവർ സ്ഥാനാർത്ഥി എവിടെ? അവർക്ക് വോട്ടുള്ള സ്ഥലങ്ങൾ നിർത്തണം. അവർക്ക് 6 പഞ്ചായത്തംഗങ്ങൾ മുനിസിപ്പൽ അമ്പലപ്പുഴ ഒരു സ്ഥാനാർത്ഥി ഇല്ല ഇതിൽ. അവർക്ക് വേങ്ങര ഏറ്റവും ഉള്ള വോട്ടുള്ള അവിടെ സ്ഥാനാർത്ഥി ഇല്ല. വേങ്ങര അവിടുത്തെ LDF സ്ഥാനാർത്ഥി സഭാഹരോട് ചോദിക്കുകയാണ്, നിങ്ങൾ SDPI വോട്ട് വാങ്ങുമോ? ഇല്ലെന്ന് പറയുന്നില്ല. പറയില്ല. CPM-ന്റെ നിലപാടുകൾ തരാതരമാണ്. ആണോ? അത് വെൽഫെയർ പാർട്ടി നേരത്തെ അങ്ങനെയായിരുന്നു. അവരുടെ 2020 മേഖലകളിലൊന്നും വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. അല്ലെന്ന് ഇപ്പോഴല്ല, 2021 വെൽഫെയർ പാർട്ടിക്ക് നേരത്തെ കൂടുതൽ വോട്ടുള്ള, അതായത് പരമാവധി 4000 വോട്ടൊക്കെ ആയിരുന്നു അന്ന് ഹമീദ് വാണിയമ്പലം നേടിയത്. ഞാൻ പറയാം, അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ പോലും അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. അവർ നിർത്തിയത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എങ്ങനെയും ജയിച്ചു കയറും എന്നുള്ള മണ്ഡലങ്ങളിൽ പേരിന് വേണ്ടി മാത്രമാണ്. അതൊക്കെ ആ രാഷ്ട്രീയ പാർട്ടികളുടെ, ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, ആ രാഷ്ട്രീയ പാർട്ടികളുടെ അധികാരങ്ങൾ വിവേചന അധികാരത്തിൽപ്പെട്ടതാണ്, അവരുടെ തീരുമാനത്തിൽപ്പെട്ടതാണ്. അല്ലാതെ ഒരാൾ ചെയ്യുന്നത് ശരിയും അല്ലല്ല, ഒരാൾ ചെയ്യുന്നത് ശരി, മറ്റൊരാൾ ചെയ്യുന്നത്. വെൽഫെയർ പാർട്ടി ഇത്തരത്തിൽ UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. കാര്യത്തിൽ ചേട്ടൻ പറയുന്നത് നിഷ്കളങ്കമായ വായനയാണ്. അങ്ങനെ പറയുന്നില്ല. ഒരൊറ്റ വർഷം മുമ്പ് അവരുടെ വഴിക്ക് പോട്ടെ. ഞാൻ പറയുന്നത് മതനിരപേക്ഷത ശക്തിപ്പെടുത്തണമെന്നുള്ള SDPI-യുടെ മാത്രം ആഗ്രഹം എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് ഒരു രാഷ്ട്രീയ പാർട്ടി
പാർട്ടിയാണ് ഞാൻ ആ എസ് രാഷ്ട്രീയ ഡി പിയുടെ പാർട്ടി കാര്യമല്ലത്. തീരുമാനിച്ച് അവർ തീരുമാനിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. എസ് ഡി പിയുടെ കാര്യമല്ല. കാര്യം ഞാൻ പറഞ്ഞോട്ടെ. സി പി യുടെ കാര്യമാണ്. മഞ്ചേശ്വരത്ത് SDP-യുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചത് ആർക്ക് വേണ്ടിയാണ് എന്നൊരു ചോദ്യം വന്നു. അത് UDF-ന്റെ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് പിൻവലിക്കപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അതിന് കാരണം BJP-ക്കെതിരായി നിൽക്കേണ്ടുന്ന വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ആ തരത്തിലെടുത്തൊരു തീരുമാനം എന്നതിന്റെ ഭാഗമാണ്. പക്ഷേ നേരത്തെ ചോദിച്ചതുപോലെ ഈ വേങ്ങരയിൽ വന്ന് SDP-ക്കെതിരെ സംസാരിക്കാൻ ഇടതുമുന്നണി നേതാക്കൾക്ക് ധൈര്യമുണ്ടോ എന്ന് KM ഷാജി ചോദിക്കാൻ കാരണം ഇത്തവണത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണത്തെ SDP സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. പിന്നെ ഈ കുറ്റ്യാടിയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കുഞ്ഞഹമ്മദ് കുട്ടി ഇന്ന് നടത്തിയ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് സ്വീകരിക്കാതിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ പറയില്ല ഞാൻ എന്നാണ് പറഞ്ഞത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.